അതൊക്കെ പണമില്ലാതെയാണ് ആളുകൾ സിനിമയൊക്കെ എടുക്കണ. നമ്മുടെ നാട്ടിൽ ഒരു അബദ്ധ ധാരണയാണ് ഞങ്ങൾ അറിയേണ്ടത്. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങാൻ, ഫ്ലാറ്റ് പണിയാൻ പണം വേണോ? വേണ്ട. ഇപ്പൊ റെറയൊക്കെ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള ഫ്ലാറ്റ് ബിൽഡേഴ്സ് മിക്കവാറും ഒരു 5 പൈസ ഇല്ലാതെ പ്രൊജക്ട്. സിനിമ അതുപോലെ തന്നെയാണ്. ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് എങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ആദ്യത്തെ ചായ കുടിക്കാനും ഊണ് കഴിക്കാനും ഒക്കെ ഉള്ള കാശ് മതി. ഇപ്പൊ മോഹൻലാൽ ഇപ്പൊ രതീഷ് ചക്രവാണിക്ക് ഒരു ഡേറ്റ് എഴുതി തരികയാണ്, 45 ദിവസത്തേക്ക് 50 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ഡേറ്റ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ലെറ്റർ പാഡിൽ എഴുതി തന്നാൽ എനിക്ക് നാളെ രാവിലെ സിനിമ എടുക്കാം. കാരണം പിന്നെ എനിക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. മനസ്സിലായോ? അല്ലാതെ ആരാണ് സിനിമ എടുക്കുന്ന കാശ് വെച്ചിട്ട്? ഇപ്പൊ സുരേഷ് കുമാർ മുതൽ ഈ പറഞ്ഞ പോലെ ആൻഡോ ജോസഫ് വെള്ളപ്പുരി മുതൽ എവിടെയാണ് സിനിമ എടുക്കുന്നത്? ആൻഡോ ജോസഫ് ഇപ്പൊ എടുക്കുന്ന പാട്രിയോട്ടിന് അത് 100 കോടി രൂപ ചെലവെന്ന് പറയണം. 100 കോടി രൂപ എവിടെ കൈ ആൻഡോ ജോസഫിന്റെ? അതൊക്കെ ഇതൊക്കെ ഇത് ഫ്രണ്ടിൽ നിന്ന് മോഹൻലാലായിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞ് 2 ഫോട്ടോ എടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണം വരും. കാരണം ഈ സിനിമ എന്ന് പറയുന്നതിന് ഒരു ഗാംബ്ലിംഗ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? സാധാരണ ഒരു ബിസിനസ്സിനും, നമ്മളിപ്പോൾ ഇന്ത്യയിൽ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സിനും ഒരു 10 രൂപ നമ്മൾ അല്ലെങ്കിൽ 1000 രൂപ മുടക്കിയിട്ട് നമുക്കൊരു 10% അല്ലെങ്കിൽ 15% കൂടി വന്ന് 20% ബിസിനസ് പ്രോഫിറ്റ് എന്ത് ചെയ്യുള്ളൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു 30% പ്രോഫിറ്റ് വരാം. സിനിമയുടെ കേസിൽ അങ്ങനെയല്ല. സിനിമയുടെ കേസിൽ നിങ്ങൾ 20 കോടി രൂപ മുടക്കി ഒരു സിനിമ എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 100 കോടിയായിട്ട് തിരിച്ച് കിട്ടാം. അങ്ങനെയുള്ള ബിസിനസ്സിനെല്ലാം എന്ത് കുറവായിരിക്കും? ഈ പറയുന്ന സക്സസ് റേറ്റ് കുറവായിരിക്കും. അതൊരു ഗാംബ്ലിംഗ് കൂടിയാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പണിയാണ്. മനസ്സിലായോ? അത്തരം കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സുരേഷ് കുമാറൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ പടങ്ങൾ എടുത്തിട്ട് അതെന്ത് ചെയ്യും? വിൽക്കുന്നു. എന്താ മറ്റേ മറ്റേ എന്തോ ഒരു സിനിമ എടുത്തല്ലോ പുള്ളി, മറ്റേ റീമേക്ക് ചെയ്തല്ലോ. അപ്പം അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം? മറ്റേ നമ്മുടെ ഈ പുള്ളിക്കാരിയെ വെച്ചിട്ട് ഇപ്പം AMMയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ശ്വേതാമേനൊക്കെ വെച്ചിട്ട് ഒരു സിനിമ എടുത്തില്ലേ? അപ്പം അതുപോലെയുള്ള സിനിമകളൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി പ്രതീക്ഷിക്കും. മനസ്സിലായി? ഇനി ഈ രംഗം തന്നെ തട്ടിപ്പാണ്. പാവം ഷക്കീലയെ വിളിച്ചിട്ട് ഇവരെന്ത് ചോദിച്ചാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി വിളിക്കും. എന്നിട്ട് ഷക്കീലയുടെ കുറേ ഷോട്ടുകൾ 45 ദിവസം ഷൂട്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ആ കാശും കൊടുക്കൂല. ലാസ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 4 സിനിമയായിട്ട് ഇവർ പുറത്തിറക്കും. അപ്പോൾ ഇത് സിനിമാ രംഗമൊന്നും അങ്ങനെ തന്നെയാണ്.